നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ദിവസവും നാമങ്ങൾ ചൊല്ലാറുണ്ട്. വിളക്ക് കൊളുത്തി നാമങ്ങൾ ചൊല്ലാത്തവർ വളരെ കുറവാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ നാമങ്ങൾ, മന്ത്രങ്ങൾ ഒക്കെ ചൊല്ലുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ്, ആരോഗ്യത്തിന് വേണ്ടിയാണ്, സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും തന്നെ നാമങ്ങൾ ചൊല്ലുന്നത്. ഇപ്പോൾ മനുഷ്യജന്മമെടുത്ത എല്ലാവരും അവരവരുടെ സുഖങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നാമങ്ങൾ ചൊല്ലുന്നത്. എന്നാൽ സന്യാസിമാരൊക്കെ ആണെങ്കിൽ ഈശ്വര നാമങ്ങളൊക്കെ ചൊല്ലുന്നത് ഈ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് എല്ലാ ദിവസവും നാമങ്ങൾ ചൊല്ലാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ നാമങ്ങൾ ചൊല്ലാൻ സാധിക്കുന്നവരാണെങ്കിലും ചൊല്ലാൻ സാധിക്കുന്നില്ല, അതായത് സമയമില്ലാത്തത് കൊണ്ട് ചൊല്ലാൻ സാധിക്കാത്തവരാണെങ്കിലും അവർക്കെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഇന്ന് പറയുന്നത്. ചില നാമങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ അത് ഓൺ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ പോലും നമുക്ക് എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യം, പ്രത്യേകിച്ചും ഐശ്വര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ ധനവരവാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ധനവരവ് ഉണ്ടാകുന്നതിന് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വേണം. ഐശ്വര്യമുണ്ടെങ്കിൽ മാത്രമേ ധനവരവ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ധനവരവ് ഉണ്ടാകുന്നതിന് നമ്മുടെ വീട്ടിൽ നമ്മൾ കേൾക്കേണ്ട നാമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, എല്ലാവർക്കും എല്ലാ നാമങ്ങളും ചൊല്ലാനുള്ള സമയം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സമയത്ത്, ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വീട്ടിലുള്ള സമയത്ത് മൊബൈലിൽ ഈ ഒരു നാമം ഓൺ ചെയ്ത് അത് കേൾക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, ഏതൊരു നാമവും നമ്മൾ ഓൺ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് നമ്മുടെ മനസ്സിൽ ആ ഒരു നാമം കേട്ട് തീരുന്നത് വരെയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനേ പാടില്ല എന്നുള്ളതാണ്. ഒരു നാമം ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് മറ്റു ജോലികളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. ആ ഒരു നാമം കേട്ടുകൊണ്ട് നമുക്ക് എല്ലാ തരത്തിലുമുള്ള ജോലികൾ ചെയ്യാവുന്നതാണ്. എന്തിനാണ് നമ്മൾ നാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങളെല്ലാം ചൊല്ലുന്നത് എന്ന് പറഞ്ഞാൽ, മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ത്രാണനം ചെയ്യുന്ന എന്നാണ്, അതായത് സംരക്ഷിക്കുന്ന ഒന്നാണ്. നിത്യേന മന്ത്രജപം ചെയ്താൽ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ തന്നെ അത് മാറ്റി നമ്മുടെ മനസ്സ് പ്രകാശമാനമാക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകും എന്നാണ് അർത്ഥം. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫാസ്റ്റ് ലിവിങ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മന്ത്രജപം ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് അതിനുള്ള സമയമുണ്ടായിരിക്കും. എന്നാൽ ഒരു 80% പേരും ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എങ്ങനെ നമ്മുടെ വീട്ടിൽ ചില നാമങ്ങൾ നമ്മൾ കേൾക്കുന്നത് വഴി നമ്മുടെ വീട്ടിൽ ധനവരവ്, ഐശ്വര്യം, സന്തോഷം, സമാധാനം ഇവയൊക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ നാമങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അറിയുന്നതിന് മുൻപ് ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് അത് നമുക്ക് നല്ല ഫലങ്ങൾ നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു നാമം കേൾക്കണമെന്ന് പോലും തോന്നുകയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം അറിയാം, എന്നിട്ട് നാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൊതുവെ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും ഓരോ മന്ത്രമാണെന്നാണ്. കാരണം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള വാക്കുകളാണ് പറയുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നോ അല്ലെങ്കിൽ നമ്മൾ അൺലക്കി ആണ് എന്നൊക്കെയാണ് നമ്മൾ റിപ്പീറ്റായി പറയുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ആയി പോകുമെന്നാണ്. അതുകൊണ്ടാണ് പണ്ട് മുതലേ ഉള്ള ഒരു വിശ്വാസമുണ്ട്, നമ്മുടെ ഫ്രണ്ട് ഡോറിന് അടുക്കൽ പോയി നിന്ന് യാതൊരുവിധ നെഗറ്റീവായിട്ടുള്ള വേർഡ്സും പറയാൻ പാടില്ല. കാരണം ഫ്രണ്ട് ഡോറിൽ തഥാസ്തു ദേവതമാരുണ്ട് എന്നാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും തഥാസ്തു ദേവതമാർ പറയും തഥാസ്തു എന്ന്. തഥാസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകട്ടെ എന്ന്. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ അവർ പറയും ശരി അങ്ങനെ ആകട്ടെ. അല്ല, നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ അവർ പറയും അങ്ങനെ ആകട്ടെ എന്ന്. അപ്പോൾ നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് ആയി പോകും, പോസിറ്റീവാണ് പറയുന്നതെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഡോക്ടർ തന്റെ രോഗികളോട് സംസാരിക്കുമ്പോൾ ആ ഡോക്ടർ പറയുന്ന ആ ഒരു ആശ്വാസ വാക്കുകൾ എല്ലാം ശരിയാകും, അല്ലെങ്കിൽ ഒരു രോഗം അത് എത്രയും പെട്ടെന്ന് ഭേദമാകും എന്ന് ഡോക്ടറുടെ വായിൽ നിന്നും രോഗി കേൾക്കുമ്പോൾ ആ രോഗിക്കുണ്ടാകുന്ന ആ ഒരു ആശ്വാസം
അപ്പോൾ ഇതിൽ നിന്ന് ആ ഒരു വാക്കിന് ആ ഒരു രോഗിയുടെ ജീവിതം തന്നെ നിർണ്ണയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഒരു ഡോക്ടർ എത്രമാത്രം പോസിറ്റീവായിട്ടാണോ ഒരു രോഗിയോട് ഒരു പേഷ്യന്റിനോട് സംസാരിക്കുന്നത്, ആ പേഷ്യന്റിന്റെ ജീവിതം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കഴിവ് ആ വാക്കുകൾക്കുണ്ട്. കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ഒരു ഡോക്ടർ പറയുന്നതെങ്കിൽ രോഗി ആകപ്പാടെ അപ്സെറ്റ് ആയിട്ട് ആ ഒരു രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി പോലും ആ പേഷ്യന്റിന് ഇല്ലാതായി പോകും. എന്നാൽ ഡോക്ടർ വളരെ പോസിറ്റീവായിട്ട് ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ആത്മവിശ്വാസം ആ പേഷ്യന്റിന് കൊടുക്കുമ്പോൾ ആ പേഷ്യന്റിനാണ് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. അതുവഴി അയാൾക്ക് അയാളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റും. അതാണ് ഒരു വാക്കിന്റെ ബലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വാക്കുകൾ എന്ന് പറയുന്നത് മന്ത്രങ്ങളാണെന്ന്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതം നോക്കുകയാണെങ്കിൽ ചില വാക്കുകളാണ് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ആ ഒരു ബന്ധം തന്നെ ഇല്ലാതാക്കുന്നത്. അതുപോലെ ചില നല്ല മധുരമായിട്ടുള്ള വാക്കുകളാണ് അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം കൂട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ വാക്കുകൾ മന്ത്രങ്ങളാണ് എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന നാമങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ കവചം എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ സ്കന്ദ ഷഷ്ടി കവചം എന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്ക് നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന് ഒക്കെ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു കവചമാണ് സ്കന്ദ ഷഷ്ടി കവചം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രോബ്ലംസ് മാറുന്നതിന് അതിൽ നിന്നുള്ള ചില വരികൾ മാത്രം നമ്മൾ റിപ്പീറ്റായി ചൊല്ലുന്നത് വഴി, ഇപ്പോൾ തലവേദനയുള്ളവരുണ്ടായിരിക്കാം, മുട്ടുവേദനയുള്ളവരുണ്ടായിരിക്കാം, ബാക്ക് പെയിൻ ഉള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ തടസ്സങ്ങൾ. അത് തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങൾ, കല്യാണം നടക്കുന്നതിനുള്ള തടസ്സം, സന്താനങ്ങൾ ഉണ്ടാവാനുള്ള തടസ്സം, ഒരു വീട് വെക്കാൻ പോയാൽ അതിനുള്ള തടസ്സം, ജോലി ലഭിക്കുന്നതിനുള്ള തടസ്സം, അങ്ങനെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി സ്കന്ദഷഷ്ടി കവചത്തിലെ ചില വരികൾ മാത്രം ചൊല്ലുന്നത് വഴി നമ്മുടെ തടസ്സങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ അത് ഒരു കവചമാണ്, നമുക്കൊരു പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ് കവച മന്ത്രങ്ങൾ കൊണ്ടുള്ള ബെനിഫിറ്റ്സ്. അപ്പോൾ നമ്മൾ മനുഷ്യരുടെ ഓരോ പ്രശ്നങ്ങൾക്കും നമ്മൾ കേൾക്കേണ്ടതായിട്ടുള്ള നാമങ്ങളുണ്ട്. ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് വിഷമമായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കേൾക്കേണ്ട നാമങ്ങൾ, അതുപോലെ നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതിന്, ധനവരം ഉണ്ടാകുന്നതിന് അപ്പോൾ നമ്മൾ കേൾക്കേണ്ട നാമങ്ങൾ വേറെയാണ്. ഇപ്പോൾ നമുക്ക് ധനവരവും ഐശ്വര്യവും ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഏതൊരു നാമമാണ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഐശ്വര്യ ദേവതയെ കുറിച്ച് വർണ്ണിക്കുന്ന ആ നാമങ്ങൾ വേണം നമ്മുടെ വീട്ടിൽ എപ്പോഴും കേൾക്കേണ്ടത്. ജോലി ചെയ്യാതെ പണം ഉണ്ടാകില്ല. ഈ നാമങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കേൾക്കുന്നത് വഴി നമുക്ക് ധനവരം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് മണി ഫ്ലോ ഉണ്ടാകുന്നതിനുള്ള വഴികൾ നമുക്ക് തുറന്നു കിട്ടും. അതാണ് ഈശ്വരൻ എപ്പോഴും ചെയ്യുന്നത്. ഈശ്വരൻ തുറന്നു തരുന്ന ആ വഴികൾ നമ്മൾ ബുദ്ധിപരമായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ചിലർക്ക് ഒരുപാട് ചാൻസ് ഭഗവാൻ കൊടുക്കാറുണ്ട്, പക്ഷെ അവർ അതൊന്നും തന്നെ നേരായ രീതിയിൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ ഈ നാമങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഈശ്വരൻ മുന്നോട്ട് ജീവിക്കാൻ, അതായത് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കാനുള്ള പുതിയ പുതിയ വഴികൾ തുറന്നു തരും. അത് നേരായ വഴിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ വളരെ ബുദ്ധിമുട്ട്, അതുപോലെ ഒരുപാട് കടങ്ങൾ ഉള്ളവർ, അവരൊക്കെ തന്നെ ഈ നാമങ്ങൾ നിത്യവും കേൾക്കുന്നത് വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് അവർക്ക് നൽകും. നമ്മൾ ഈ നാമങ്ങളൊക്കെ റിപ്പീറ്റായി കേൾക്കുമ്പോൾ അത് നമുക്ക് ചുറ്റും ഒരു വലയം പോലെ, അതായത് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ചുറ്റും ഉണ്ടാക്കി അതിൽ നിന്നും നമുക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കേണ്ട നാമങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, സാധിക്കുമെങ്കിൽ നിത്യവും നമ്മുടെ വീട്ടിൽ കേൾക്കേണ്ട ഒരു നാമം എന്ന് പറയുന്നത്, ഇപ്പോൾ ചൊല്ലണം എന്നല്ല, ഇത് കേൾക്കുകയാണെങ്കിൽ പോലും നമുക്ക് 100% ഫലം ലഭിക്കുന്ന ഒരു നാമം എന്ന് പറയുന്നത് ശ്രീ സൂക്തമാണ്. മഹാലക്ഷ്മിയെ വർണ്ണിക്കുന്ന ശ്രീ സൂക്തം. മഹാലക്ഷ്മി എവിടെയാണ് ഇരിക്കുന്നത്, മഹാലക്ഷ്മി എങ്ങനെയാണ് വരുന്നത്, മഹാലക്ഷ്മിയെ മൊത്തത്തിൽ വർണ്ണിക്കുന്ന ഒന്നാണ് ശ്രീ സൂക്തം എന്ന് പറയുന്നത്. അത് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയത്ത് ഓൺ ചെയ്ത് അത് നമ്മൾ കേൾക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഐശ്വര്യം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ മഹാലക്ഷ്മിയെ വർണ്ണിക്കുകയാണ് നമ്മൾ ശ്രീ സൂക്തത്തിൽ ചെയ്യുന്നത്.
ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ നാമങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഒന്നും തന്നെ വഴക്ക് പറയുകയോ, അല്ല ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കൊച്ചുകുട്ടികളെ വഴക്ക് പറയുക, അടിക്കുക, അവരെന്തെങ്കിലും കുസൃതിയൊക്കെ കാണിക്കും എന്ന് പറഞ്ഞ് അവരെ അടിക്കുകയോ ഒന്നും ഈ ഒരു നാമം നമ്മുടെ വീട്ടിൽ കേൾക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ പോലും ദുശ്ചിന്തകൾ പാടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ആരെയെങ്കിലും വഴക്കോ അല്ലെങ്കിൽ അടിക്കുകയോ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ അടിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു നാമം ചൊല്ലുകയാണെങ്കിൽ ഒരിക്കലും മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വരില്ല. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. വെറുതെ ഒരു പേരിന് ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടി രാവിലെ ശ്രീസൂക്തം ഓൺ ചെയ്തിട്ട് മറ്റെന്തെങ്കിലും ദുശ്ചിന്തകൾ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് പണം മാത്രം വന്നാൽ പോരല്ലോ, നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഒക്കെ വേണം. അതിനു വേണ്ടി നമ്മുടെ വീട്ടിൽ നമ്മൾ കേൾക്കേണ്ട നാമം എന്ന് പറയുന്നത് ഗോ സൂക്തമാണ്. ഇപ്പോൾ മൊബൈലിൽ ഗോ സൂക്തം എന്ന് എൻ്റർ ചെയ്താൽ ഒരുപാട് പേർ പാടിയിട്ടുള്ളത് നമുക്ക് കിട്ടും. അതിലൊരെണ്ണം കേൾക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാ ദിവസവും ശ്രീസൂക്തം കേൾക്കണം എന്നില്ല. ശ്രീസൂക്തം ഏതൊക്കെ ദിവസങ്ങളിൽ കേൾക്കാമെന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും കേൾക്കാമെന്നുണ്ടെങ്കിലും നമുക്ക് മറ്റ് നാമങ്ങളും കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഈ 3 ദിവസങ്ങളിൽ ശ്രീസൂക്തം കേൾക്കാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ വഴക്കൊന്നുമില്ലാതെ ഇരിക്കുന്നതിന് വേണ്ടി നമ്മൾ കേൾക്കേണ്ടതാണ് ഗോസൂക്തം. കാരണം പണം മാത്രം വീട്ടിൽ വന്നിട്ട് കാര്യമില്ല, മനസമാധാനവും വേണം. അതിനു വേണ്ടിയാണ് ഗോസൂക്തം കേൾക്കുന്നത്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ ഐശ്വര്യം, സമാധാനം, സന്തോഷം ഇതൊക്കെ ലഭിക്കണമെങ്കിൽ നമുക്ക് ഭാഗ്യം കൂടി വേണം. അപ്പോൾ നമ്മൾ മൂന്നാമതായി കേൾക്കേണ്ടത് ഭാഗ്യസൂക്തമാണ്. അപ്പോൾ ഒരു മനുഷ്യന് ഭാഗ്യം നൽകുന്ന ദേവതയാണ് ഭാഗ്യദേവത എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗ്യസൂക്തം കേൾക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ഭാഗ്യത്തെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അതും കേൾക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ശ്രീസൂക്തം കേൾക്കുക 3 ദിവസം, പിന്നെ ഇടയ്ക്ക് ഗോസൂക്തം കേൾക്കുക, ഭാഗ്യസൂക്തം കേൾക്കുക. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കേൾക്കാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ അത് തീരുമാനിച്ച് ഈ ദിവസം ഇത് കേൾക്കാം. രാവിലെയും സന്ധ്യയ്ക്കും കേൾക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ രാവിലെ ഒരെണ്ണം ഇടുക, സന്ധ്യയ്ക്ക് ഒന്നിട്ട് കേൾക്കാവുന്നതാണ്. ഇനി ശിവഭഗവാന്റെ ഒരു തമിഴ് പാട്ടാണ് പറയുന്നത്, തമിഴ് സ്തോത്രം. അത് നിങ്ങൾക്ക് മൊബൈലിൽ വാസി തീരവേ കാസു നൽകുവീർ എന്ന് എൻ്റർ ചെയ്താൽ മതി. ഞാനിവിടെ എഴുതി കാണിക്കാം. വാസി തീരവേ കാസു നൽകുവീർ. അതായത് നമുക്ക് പണത്തിന് ഷോർട്ടേജ് ഇല്ലാതെ നമുക്ക് പണം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു സ്തോത്രം അല്ലെങ്കിൽ ഈ ഒരു നാമം മുഴുവൻ കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് പണം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ശിവഭഗവാന്റെ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്തോത്രമാണിത്. ഇതിന്റെ പിന്നിലുള്ള ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു നാട്ടിൽ വളരെയധികം വരൾച്ചയുണ്ടായി, ഭക്ഷണം ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഈ ഒരു നാമം ചൊല്ലി ശിവഭഗവാൻ അനുഗ്രഹിച്ച് സ്വർണ നാണയം നൽകി. അങ്ങനെ ആ നാട്ടിൽ ആ കഷ്ടപ്പാടും പട്ടിണിയും എല്ലാം ആ നാട്ടിൽ മാറി എന്നാണ് കഥ. അപ്പോൾ അത്രമാത്രം പവർഫുൾ ആണ്. ഈ ഒരു നാമം കേട്ട് തീരുമ്പോൾ തന്നെ നമുക്ക് പണം ലഭിക്കുമെന്നാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ട് തന്നെ നമ്മളത് കേൾക്കണം. മനസ്സിൽ മറ്റൊന്നും പാടില്ല. ഇതെന്തിനാണ് ഇങ്ങനെ റിപ്പീറ്റായി പറയുന്നത്? ഇതെല്ലാം കേട്ടിട്ട് 1 മാസം കഴിയുമ്പോൾ പറയും, ഞാൻ എല്ലാം ചെയ്ത് എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ചിന്തിച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റായി പറയുന്നത്, മനസ്സിൽ ദുശ്ചിന്തകൾ പാടില്ല, ആരെയും ചീത്ത പറയരുത് ആ സമയത്ത്, ആരുമായി വഴക്കിന് പോകരുത് ആ സമയത്ത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ പാട്ട് കേൾക്കുന്ന ആ നിമിഷം ഉണ്ടാവുകയാണെങ്കിൽ പാട്ട് ഉടൻ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കനകധാര സ്തോത്രം. ആദിശങ്കരാചാര്യർ കനകധാര സ്തോത്രം ചൊല്ലി മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്നും സ്വർണ്ണ നെല്ലിക്ക ലഭിച്ച കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കനകധാര സ്തോത്രം ചൊല്ലാൻ അറിയാവുന്നവർക്ക് ചൊല്ലുക കൂടി ചെയ്യാവുന്നതാണ്. ചൊല്ലാൻ അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ കേട്ടാലും അതിന്റെ പുണ്യം നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ പറഞ്ഞ നാമങ്ങൾ റിപ്പീറ്റായിട്ട്
എല്ലാ ദിവസവും ഈ നാമങ്ങൾ, ഈ സ്തോത്രങ്ങൾ എല്ലാം കേൾക്കണം എന്നല്ല പറഞ്ഞ്, നമ്മുടെ സമയത്തിനനുസരിച്ച് നല്ല മനസ്സോടു കൂടി വേണം ഇത് കേൾക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ ഈ നാമങ്ങൾ കേൾക്കുമ്പോൾ വളരെയധികം പോസിറ്റീവായിട്ട് മഹാലക്ഷ്മിയുടെ കനകധാര സ്തോത്രം കേൾക്കുകയാണ്, അല്ലെങ്കിൽ ശ്രീ സൂക്തം കേൾക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ആ താമരയിൽ ഇരിക്കുന്ന മഹാലക്ഷ്മി കയ്യിൽ നിന്ന് സ്വർണമൊക്കെ ഇങ്ങനെ നമ്മുടെ അടുക്കലേക്കൊക്കെ ദേവി നൽകുന്നതായിട്ട്, അങ്ങനെയുള്ള പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയാണ് ഇതൊക്കെ കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഐശ്വര്യമുണ്ടാകും. ഗോസൂക്തം കേൾക്കുന്നത് വഴി വീട്ടിൽ എപ്പോഴും സന്തോഷമുണ്ടാകും. വീട്ടിലുള്ള അടി വഴക്ക് അതൊക്കെ തന്നെ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ശിവഭഗവാന്റെ ആ നാമം കേൾക്കുന്നത് വഴി നമുക്കത് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വഴിയിലൂടെ ഭഗവാൻ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും പണം നമ്മുടെ മുന്നിൽ എത്തിക്കും. കാരണം ശിവഭഗവാനാണ് കുബേരനും മഹാലക്ഷ്മിക്കും എല്ലാവിധത്തിലുമുള്ള സമ്പത്തും നൽകിയതെന്നാണ്. അതുകൊണ്ട് അതും വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ നാമങ്ങളും വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം നൽകാൻ സാധിക്കുന്നവയാണ്. നമ്മൾ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമുക്ക് എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യം ലഭിക്കുന്നത്. ജീവിതത്തിലെ എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾ നേടുന്നതിന് സമയമില്ലാത്തവരാണെങ്കിൽ പോലും ഈ നാമങ്ങളൊന്ന് കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് മറ്റൊരു ലെവലിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.